ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ആളുകളുണ്ട്. ഏകദേശം അറിയാലോ, ഒരു 10-12 ലക്ഷം ആളുകളുണ്ട്. അപ്പോൾ അവർ അറിയാൻ ആഗ്രഹിക്കുകയും നിരന്തരം ചോദിക്കുകയും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമ്മുടെ ചാനൽ തന്നെ ഇടേണ്ട അത്യാവശ്യമുണ്ടല്ലോ. എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന മനോഹരമായ വീഡിയോ ഒക്കെ ആയിട്ട് ചോദിക്കുന്ന രീതിയിലേക്കുള്ളൊരു അവരുടെ ഡിസിഷൻ മേക്കേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ലൈഫ് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഞാനും വൈഫുമുള്ള ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മോള് ഏറ്റവും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെയുണ്ട്. വൈഫും മോളെ വിളിക്കുന്നു, സംസാരിക്കുന്നു. അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവളും എൻഗേജ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സ്ഡ് ഒന്നുമല്ല. അവിടെയുണ്ട്, മോളെൻ്റെ കൂടെയുണ്ട്. തീർച്ചയായും CP ശിവാവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതായിരിക്കും. അവരുടെ ചാനലുണ്ടെങ്കിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സുമായിട്ടുണ്ട്. അത് തന്നെ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് ഒരുപാട് പല രീതിയിൽ ആൾക്കാർ പല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം അവർ ഇങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ അവരുടെ സ്നേഹം കാണാനും വളരെയധികം സന്തോഷമുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഇപ്പോൾ ഒരു അവസാനം വന്നിരിക്കുകയാണ്. ഇത് കണക്കുണ്ടെങ്കിൽ രണ്ടുപേരും വേർപിരിഞ്ഞെന്നുള്ളൊരു കാര്യം ശിഹാബ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്, എന്താണ് കാരണം എന്നുള്ളൊരു ഒന്നും ഇതുവരെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും ശരി, രണ്ടുപേരും പിരിഞ്ഞാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ മോളുടെ കാര്യമല്ല നോക്കുന്നത്. ഇപ്പോഴും ശിഹാബ് തന്നെയാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്തോന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ തങ്ങളുടെ പ്രൈവസി തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, രണ്ടുപേരും പിരിയാനുള്ള തീരുമാനം മ്യൂച്വലായി എടുത്തതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടുപേരും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ, അല്ലെങ്കിൽ വലുതായിട്ട് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ വഴക്കോ ഒന്നും ഉണ്ടാവാതെ തന്നെ അത് മനസ്സിലാക്കി പിരിയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനം തന്നെ ആദ്യമേ താൻ എടുത്തിട്ടുള്ളത് തന്നെയാണ്. ജീവിതത്തിൽ എപ്പോഴായിരുന്നാലും ശരി, ഇതിനകത്തുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പിരിയാനുള്ളൊരു തീരുമാനം താൻ ആദ്യമേ എടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് ശിവാവ് പറയുന്നതും.